ഛേ, കണക്റ്റ് ആവുന്നില്ലല്ലോ. സീനെ, ആ വൈഫൈ ഓണാണോ നോക്ക്. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന ആ ലക്ഷ്മണന്റെ പ്രശ്നം തീരുമോ? അങ്ങനെയല്ല സീനെ. സാധാരണ ആളുകൾ പറയും അമ്മമാർ ഭയങ്കര സോഫ്റ്റാ, അച്ഛന്മാരുടെ മനസ്സ് കരിങ്കല്ലാണ്. ലക്ഷ്മണൻ്റെ അവസ്ഥ നീ ഒന്ന് കാണുമായിരുന്നു. പേടിയും വിഷമവും ആദിയും. നീ നാളെ മോളെ ഒന്ന് വിളിച്ചേ. എന്തിന്? അവിടെ ഇപ്പൊ നട്ടുച്ചയാ, അവക്ക് ക്ലാസ്സും കാണും. നിങ്ങൾ വന്ന് കിടക്കാൻ നോക്കി. ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് വട്ട. ആ മോളെ. എന്താ ഈ നേരത്ത്? ഒന്നുമില്ല മോളെ, സൂക്ഷിച്ചൊക്കെ. ഒന്നുമില്ല അച്ഛാ, ക്ലാസ് തുടങ്ങാൻ ടൈമായി. ശരി അച്ഛാ. ശരി മോളെ. നിന്റെ അച്ഛനെ വട്ട. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നുണ്ടോ? ഞാൻ വിളിക്കാം മോളെ. ശരി അച്ഛാ. നീ പോയി കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. തൃശൂർ പൊന്നാങ്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇരുളൂർ വനമേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തകരുണ്ടെന്ന സംശയത്തിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ട കേസ് 2 ആഴ്ച പിന്നിടുമ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത പ്രസ്തുത വിഷയത്തിൽ പോലീസിന്റെ സത്യവാങ്മൂലം സാധൂകരിക്കുവാൻ തെളിവുകളോ പ്രതികളെയോ കണ്ടെത്തുവാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കേരള പോലീസിന് വലിയ അപമാനമാണ്. നാശം പിടിക്കാൻ ഉള്ള സമാധാനം പോയി. ഇവിടെ എവിടെയാ? അതെ സാറേ, ആ കാണുന്ന ഈ പ്രദേശത്ത് അധികം വീടുകളൊന്നും ഇല്ല സാറേ. ഓ, ഇത് വെച്ചൂർ പശു അല്ലേ? വെച്ചൂരല്ല, വെച്ചൂർ ഇത്ര ഉയരം കാണില്ല. ആണോ? ഇത് വേറെ ഏതോ ബ്രീഡാ. ഓ, ലക്ഷ്മണ, ലക്ഷ്മണ. എന്തൊക്കെയാ ലക്ഷ്മണ? ഇവനേതാ? മാരി, സഹായത്തിനുള്ളൊരു പയ്യനാ. ആ, വാ. ഇതെന്താ ഈ ചാക്ക് വെച്ച് മറിച്ചിരിക്കുന്നത്? വാഴക്കൊലയാവും അല്ലേ? ആഹാ, കൊള്ളാലോ. എൻ്റെ മോള് കുടിക്കൂടോ? ഇല്ല സാർ, ഞാൻ വല്ലപ്പോഴും. അപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല കീറല്ലേ? അങ്ങനെയല്ല സാർ, ഒറ്റക്ക. പുറത്തു പോയി കുടിക്കുന്ന മോക്ക് ഇഷ്ടമല്ല. അപ്പം വേണമെങ്കിൽ വീട്ടിലിരുന്ന് വല്ലപ്പോഴും കഴിച്ചു. ഇവിടെ എത്ര മുറിയുണ്ട്? ഒന്നോ? പൊന്നിക്ക് മാത്രമേ മുറിയുള്ളൂ. ഞാൻ അപ്പുറത്താ കിടക്കുന്നത്. ഈ സംഭവ സമയത്ത് താൻ എവിടുന്നാ വന്നെന്ന് പറഞ്ഞു? പുറത്ത്. ആ തൊഴുത്തിൻ്റെ അവിടുന്നോ? മെയിൻ ഡോർ അല്ലാതെ ഇതിലേ കൂടി ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകല്ലേ? ആ, അപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് നേരെ ഇതുവഴി അകത്ത് വരാനും പറ്റും. അശോക, ഈ ലക്ഷ്മണന്റെ ID കാർഡിന്റെ കോപ്പി ഒന്ന് മേടിച്ചു വെച്ചേ. ആ, ഒറിജിനൽ വേണ്ട, കോപ്പി മതി. ആ, ഇതല്ല, ഇതാ പാൽ സൊസൈറ്റിയുടെ കാർഡല്ലേ? നിങ്ങൾക്ക് വേറെ ഇലക്ഷൻ ID കാർഡില്ലേ? എനിക്കതില്ല സാർ. അതെന്താ ഇല്ലാത്ത? നിങ്ങൾ വോട്ട് ചെയ്യാറില്ലേ? ബെസ്റ്റ്. അപ്പൊ ആധാറോ? എടുക്കണമെന്ന് മെമ്പർ പറഞ്ഞായിരുന്നു. മോൾക്കുണ്ട്. ആ, എന്നാ അതിന്റെ കോപ്പി മേടിക്കും. അതെന്താ അവിടെ? ഇതാരുടെ അരിപ്പ? തൻ്റെ അല്ല, ഇതാരുടെ? മാരിയുടെ. ആരെയും മാരി? പുറത്ത് അവിടെ ഉള്ള പയ്യൻ എന്നെ സഹായിക്കാനൊക്കെ ഉള്ളതാ. തമിഴ്നാട്ടുകാരനാ. അവൻ്റെ ചെരുപ്പ് എന്താ പൊന്നിയുടെ മുറിയിൽ?
ഇത്രയും തല്ലുകൊണ്ടിട്ട് അവനൊന്നും പറയുന്നില്ല മാഡം. എന്നൊക്കെ ചവിട്ട് കൂട്ടണം. കിടന്ന് മുങ്ങുന്നുണ്ടില്ലേ? ആമി. 6-7 കൊല്ലം കൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് സാറാ പയ്യൻ. അവനങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. എടോ, ഈ ഭാര്യയുടെ അവിഹിതം ഭർത്താവും മക്കളുടെ പ്രണയവും അച്ഛനും അറിയുന്നത് ഏറ്റവും അവസാനമാണ്. താൻ സമാധാനമായിട്ടിരിക്കേ. ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് റോസിന് നല്ല പഴക്കമാണ്. പെൺപിള്ളേരെ ഉപദ്രവിക്കുന്നവരുടെ ഇടപാട് ഞാൻ തീർക്കും. മര്യാദക്ക് പറഞ്ഞു. എന്തിനാടാ മുറി പോയത്? നിന്റെ ചെരുപ്പ് എങ്ങനെയാടാ അവിടെ വന്നത്? പറയടാ മോനെ, പറയടാ. பழைய செருப்பு ஒன்று கிழிஞ்சு போச்சு, ஒன்று மட்டும்தான் இருக்கு. அது அங்க எப்படி வந்தது எனக்கு தெரியாது சார். അതെന്താ നിനക്ക് தெரியாத? സർ, മാരിയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 ബാഗും കൂടെ. ഇങ്ങനെ ഓ, ഇതിൽ വാട്സപ്പ് ഒന്നുമില്ല, ഓൾഡ് ഫോണാ. ലക്ഷ്മണ, മോളുടെ നമ്പർ എന്ന് പറഞ്ഞേ. 80 86 45 4 45 75 8. നിന്നെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. മാറി, ഇത് നിന്റെ ഫോണല്ലേ? നിന്റെ ഫോണിൽ നിന്ന് പൊന്നിയുടെ നമ്പർ ഞാനൊന്ന് ഡയൽ ചെയ്യണേ. ഈ നമ്പർ നിന്റെ ഫോണിൽ നീ എങ്ങനെയാ സേവ് വെച്ചിരിക്കുന്നതെന്ന് പറയാമോ? പറയടാ. പാണ്ടി മോനെ, നിനക്ക് അവളോട് യാതൊരു ബന്ധമില്ലടാ. என் தப்பு தான் சார், என் தப்பு தான். பொண்ணு எனக்கு அவ்வளோ பிடிக்கும், லவ் பண்ணணும்னு ஆசை இருக்கு. ஆனால் நான் அவன்கிட்ட தூரமே சொல்லலை. என் ஃபோன்லேயும் என் நெஞ்சிலையும் மட்டும்தான் இருக்கு சார். എന്താടാ നീ അവളോട് சொல்லாത്തത്? எனக்கு சாப்பாடு போட்டது லக்ஷ்மணன். நான் அவரை ஏமாத்தலை சார். நான் இந்த தப்பு பண்ணலை சார். സാറേ, ഇങ്ങനെ ചോദിച്ചൊന്നും പറയും തോന്നില്ല. ഇവൻ പഠിച്ച കള്ളനം. സർ, അശോകൻ സാർ വിളിക്കുന്നു. ഹലോ. ആ അശോക. ആ സാറേ, ആ പാൽ സൊസൈറ്റിയുടെ ഓപ്പോസിറ്റുള്ള ടൈല് കടയിലെ CCTV ഫുട്ടേജ് പരിശോധിച്ചു. ഈ കൊച്ചു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് മുഴുവനും മാരി എന്ന് പറയുന്ന ഈ പയ്യൻ സൊസൈറ്റിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദിനീഷേ, പിന്നെ വിട്ടേക്ക്. ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, എന്തേലും മേടിച്ചു കൊടുത്തത്. ആടാ, നല്ല വട്ടം ബിരിയാണി വാങ്ങിത്തരാം. വെക്കോടാ. சத்தியமா நான் இந்த தப்பு பண்ணலன்னா. എനിക്കറിയാം. നമസ്കാരം. ചായ മാത്രമേ ഉള്ളൂ സാർ? ഒരു വാടാ അവിടെ എനിക്കൊന്നും എടുത്തോ. സാറിനോട് വട കൂടെ. ആ, എന്നാ എനിക്ക് കൊടുത്തു. അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് എന്താ ഈ വഴിക്ക്? അല്ല, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്മണൻ്റെ മോളുടെ ഒരു ആത്മഹത്യാ ശ്രമമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനൂപിനെയും കൂടി ഒന്ന് ചോദ്യം ചെയ്താൽ നന്നായിരിക്കും എന്നൊന്ന് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ആരുടെ? സാറേ, ഈ ഉണ്ണിത്താ സാറിൻ്റെ മോനാ. ഓ, അവന് ഈ ലക്ഷ്മണനുമായിട്ട് വലിയ അടുപ്പത്തില്ല. ഈ അടുപ്പക്കാരനായോണ്ടാണ് ഞാനന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഈ അനൂപ് ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണൻ്റെ വീട്ടിലേക്ക് ഒരു പോക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, പെണ്ണവനൊരു വീക്ക്നെസ്സും കൂടിയാണ് സാറേ. സത്യം. അതെങ്ങനെ തനിക്കറിയാം? സാറേ, തൻസി എന്നും പറഞ്ഞൊരു മുസ്ലിം പെണ്ണ് ഇവിടെ ഒരുത്തനെ കെട്ടി ഉപേക്ഷിച്ചിട്ട് വന്ന് താമസിക്കുന്നുണ്ട്. അവളുടെ ഒരു റൂം മാത്രമേ ഉള്ളൂ. അവളെ കൊണ്ടുവന്ന് അമ്പലത്തിൽ ഡാൻസ് കളിപ്പിക്കണമെന്നും പറഞ്ഞു ഇവൻ ഭയങ്കര ബഹളമായിരുന്നു. അതുപോലെ വേറെ പല പെണ്ണുങ്ങളുമായിട്ട് അവൻ ഇടപാടുണ്ട്. എനിക്കറിയാം. ഓ, അപ്പൊ അമ്പലത്തിലെ തർക്കം വെച്ച് താൻ വൈരാഗ്യം തീർക്കണല്ലേ? അങ്ങനൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി സാറിന് ഇഷ്ടം. അന്വേഷിച്ച നന്നായിരിക്കും. താൻ പോ. എങ്ങനെ അന്വേഷിക്കണമെന്നൊക്കെ എനിക്കറിയാം. ഓ, പോകുന്ന വഴിക്ക് വടയുടെ പൈസ കൊടുത്തേക്കണേ. എന്തോ? വടയുടെ പൈസ കൊടുത്തേക്കണമെന്ന്. ഓ, ചായ ഐഡി ആയിക്കോട്ടെ. ഈ അനുപാട് എങ്ങനെയാണോ? ഇവിടുത്തെ പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. പിന്നെ ചില്ലറ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. കൈതമുള്ളിൻ്റെ സ്വഭാവം സാറേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റില്ല.